ഹലോ കൂട്ടുകാരെ, ഒരു പണ്ട് കേട്ട ഒരു കഥയാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. ഒരു കിണറ്റിൽ 3 തവളകൾ താമസിച്ചിരുന്നു. അപ്പോൾ അവർ അങ്ങനെ താമസിച്ച് വരികയും തവളകൾക്ക് ആ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. അപ്പോൾ ആദ്യത്തെ തവള എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിശ്രമിച്ചു. പക്ഷേ അതിങ്ങനെ മുന്നോട്ട് വരും തോറും അതിൻ്റെ കാലുകൾ ഉറയ്ക്കാതെ അത് വീണ്ടും വീണ്ടും താഴോട്ട് വീഴുകയാണ്. രണ്ടാമത്തെ തവളയും ഇത് തന്നെ ആവർത്തിച്ചു, പക്ഷെ സാധിക്കുന്നില്ല. വീണ്ടും അത് താഴോട്ട് തന്നെ വീണു. മൂന്നാമത്തെ തവള എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ പരിശ്രമം പാഴാക്കാനൊന്നും പോയില്ല. ആ തവള വീണ്ടും വീണ്ടും പതുക്കെ പതുക്കെ തനിക്ക് സാധിക്കാവുന്ന പോലെ മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ അതിങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ താഴെ കിടക്കുന്ന 2 തവളകൾ ഉറക്കെ വിളിച്ചു പറയുകയാണ്, നിനക്ക് രക്ഷപ്പെടാനൊന്നും സാധിക്കില്ല, ഈ കിണറിന് പുറത്ത് നീ പോകത്തുമില്ല, അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നീ ഉപേക്ഷിക്കുക എന്ന് പുറകെ നിന്ന് വിളിച്ചു പറയുകയാണ്. പക്ഷേ മറ്റേ തവള അതൊന്നും കേൾക്കാതെ മുന്നോട്ടങ്ങ് പോവുകയാണ്. കാരണം എന്താണെന്നറിയോ? ആ തവളയ്ക്ക് ചെവി കേൾക്കത്തില്ലായിരുന്നു. തവള പരിശ്രമിച്ച് തൻ്റെ ആഗ്രഹം സാധിച്ചു, കിണറിന് പുറത്ത് വന്നു. ഈ കഥ എന്തിനാണ് ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് പോസിറ്റീവ് ചിന്തകളോടുകൂടി മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മുടെ ചുറ്റിനും നെഗറ്റീവ് തിങ്കിങ് ഉള്ള ഒരുപാട് പേരുണ്ട്. അത് സ്വന്തം കുടുംബത്തിൽ നിന്നാകാം, സ്വന്തം ഭാര്യയിൽ നിന്നാകാം, ഭർത്താവിൽ നിന്നാകാം, മക്കളിൽ നിന്നാകാം, ഇല്ലെങ്കിൽ നമ്മുടെ കൂടെ താമസിക്കുന്ന ഏത് വ്യക്തികളിൽ നിന്നും ആകാം. ചിലപ്പോൾ കൂട്ടുകാരിൽ നിന്നായിരിക്കാം, ചിലപ്പോൾ അധ്യാപകരിൽ നിന്നായിരിക്കാം, എന്തുമാകട്ടെ, ചിലപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്നായിരിക്കാം. നിങ്ങളോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കരുത്. എന്ത് ചെയ്യണമെന്നറിയോ? നെഗറ്റീവ് തരുന്ന വ്യക്തികളിൽ നിന്നും അല്ലെങ്കിൽ ഏത് സാഹചര്യമാണോ ആ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറുമ്പോൾ നമ്മുടെ ചിന്തകൾ മങ്ങലേൽക്കാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ, നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടെങ്കിൽ അത് സാധിക്കുക തന്നെ ചെയ്യും. പക്ഷേ അതിന് തടസ്സമായി നിൽക്കുന്ന ഏത് സംഭവങ്ങളായിക്കോട്ടെ, അതിനെ മുറിച്ചു മാറ്റാനായിട്ട് നാം എന്ന് തയ്യാറാകുന്നുവോ അന്ന് നമുക്ക് ഉയർച്ച നേടാനായിട്ട് സാധിക്കും. ആയതിനാൽ നെഗറ്റീവ് ചിന്തകൾ തരുന്ന വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സംഭവങ്ങൾ അതിനെയൊക്കെ വിട്ടെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് വരാനായിട്ട് തയ്യാറാവുക. കാരണം നമ്മളെ ആരും പിടിച്ചുയർത്തി നീ നല്ല നിലയിലേക്ക് പോകൂ എന്ന് പറയാനായിട്ട് ആരും വരില്ല. നമ്മുടെ കാലെ പിടിച്ച് വലിച്ച് താഴോട്ടിടാനായിട്ടാണ് എല്ലാവർക്കും ഇഷ്ടം. അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതും. ആയതിനാൽ നെഗറ്റീവ് ചിന്തകളെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങളിൽ ഉള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള പോസിറ്റീവ് ചിന്തകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. താങ്ക് യു.